സന്നിധാനത്ത് ഇപ്പോൾ ഒന്നാമത്തെ പെട്ടി, അതായത് തിരുവാഭരണ പെട്ടി ഇപ്പോൾ സന്നിധാനത്ത് പൊന്നമ്പലത്തിൽ ശ്രീകോവിലിനുള്ളിലേക്ക് കൈമാറിയിരിക്കുകയാണ്. ആ പെട്ടിയിലാണ് തിരുമുഖമുള്ളത്, വാളുള്ളത്, ചുരികയുള്ളത്, അയ്യപ്പനുള്ള അരപ്പെട്ട ശരപ്പുള്ളിമാല, ആന, കുതിര, വെള്ളി കെട്ടിയ വലംപിരി ശംഖ്, ലക്ഷ്മി രൂപം, അങ്ങനെ അയ്യപ്പൻ്റെ കളിപ്പാട്ടങ്ങളൊപ്പം അയ്യപ്പനുള്ള ആഭരണങ്ങളൊക്കെയാണ് ഒന്നാമത്തെ പെട്ടിയിലുള്ളത്. രണ്ടാമത്തെ കൊടിപ്പെട്ടിയും കലശപ്പെട്ടിയും മൂന്നാമത്തെ കൊടിപ്പെട്ടിയും, ആ രണ്ട് പെട്ടികളും മണിമണ്ഡപത്തിലേക്കാണ് അയ്യപ്പൻ വിലയം പ്രാപിച്ച ധർമ്മശാസ്ത്രമായി വിലയം പ്രാപിച്ച മണിമണ്ഡപത്തിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. മാളികപ്പുറത്തിന് ശ്രീകോവിലിന് ഒരു വശത്തുള്ള മണിമണ്ഡപത്തിലേക്കാണ് കൊണ്ടുപോവുക. അവിടെയാണ് ഇനി മകരവിളക്ക് ഉത്സവത്തിൻ്റെ വരും ദിവസങ്ങളിലെ ചടങ്ങുകളുടെ പ്രധാനപ്പെട്ട ഇടം കൂടിയാണ് മണിമണ്ഡപം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കാണുന്നത് ശ്രീകോവിലിന് മുന്നിലായി, ആ സ്വർണ്ണ കൊടിമരത്തിന് മുന്നിലായി കിഴക്കുവശത്ത് അങ്ങ് പൊന്നമ്പലമേടാണ്, അയ്യപ്പൻ്റെ ശ്രീമൂലസ്ഥാനമായ പൊന്നമ്പലമേട്. അവിടെ ദേവകളുടെ ദീപാരാധനയാണ് ഇനി കാത്തിരിക്കുന്നത്. ഇങ്ങ് സന്നിധാനത്ത് പൊന്നമ്പലത്തിൽ ശ്രീകോവിലിനുള്ളിൽ അയ്യപ്പന് ദീപാരാധന, പൊന്നമ്പലമേട്ടിൽ ദേവകളുടെ ദീപാരാധന എന്നതാണ് വിശ്വാസം. ആ മകരവിളക്ക് തെളിയുന്നത് കാണാനാണ് ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുന്നത്. ഇനി സോപാന സംഗീതത്തിൻ്റെ അകമ്പടിയോടുകൂടി, ചെണ്ടമേളത്തിൻ്റെ, പഞ്ചവാദ്യത്തിൻ്റെ ഒക്കെ അകമ്പടിയോടുകൂടി അവിടെ ശരണമന്ത്രങ്ങൾ ഇങ്ങനെ മുഴങ്ങിക്കേൾക്കുകയാണ്. അതാണ്ട് മിനിറ്റുകൾ മാത്രം മതി ഇനി ആ പുണ്യദർശനത്തിനായി, ദീപാരാധനയ്ക്ക് സർവാഭരണ വിഭൂഷിതനായി പിതാവായ വളർത്തച്ഛനായ പന്തളം രാജാവ് അദ്ദേഹത്തിൻ്റെ രാജപ്രതിനിധി കൈവശം കൊടുത്തുവിട്ട ഈ തിരുവാഭരണങ്ങൾ ചാർത്തി അയ്യപ്പനെ, മണികണ്ഠനെ തൊഴാൻ, ധർമ്മശാസ്താവിനെ തൊഴാൻ, അങ്ങനെ പല പര്യായങ്ങളുണ്ട്. ഒരുപാട് പേരുകളിൽ, ഒരുപാട് വിശേഷണങ്ങളിൽ അയ്യപ്പനെ വിളിക്കുമെങ്കിലും അയ്യപ്പൻ്റെ പൊരുൾ അത് നീയാകുന്നു, ഭഗവാനും ഭക്തനും ഒന്നാകുന്ന ആ വിശ്വാസ പദ്ധതി അല്ലെങ്കിൽ ആരാധനാ പദ്ധതിയാണ് ശബരിമലയിലേത്. അതൊരു പക്ഷേ ശബരിമലയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. എല്ലാത്തിനെയും ചേർത്ത് പിടിക്കുന്ന, പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു ആരാധനാ പദ്ധതി. അതുകൊണ്ടാവാം ഇരുമുടിക്കെട്ടിൽ പ്ലാസ്റ്റിക് അടക്കം പുതിയ കാലത്തിൻ്റെ ഒന്നും പാടില്ല, ഇവിടുത്തെ പുണ്യപൂങ്കാവനത്തിനെ മലീമസമാക്കുന്നതൊന്നും പാടില്ല എന്ന കർശന നിഷ്ഠയുള്ളത്. അത് പാലിക്കുന്നതിൽ അയ്യപ്പ ഭക്തന്മാർ ജാഗ്രത പുലർത്തണമെന്ന് പറയുന്നത്. അങ്ങനെ ശുദ്ധിയുടെ, വിശുദ്ധിയുടെ, ആത്മസമർപ്പണത്തിൻ്റെ, ആത്മശുദ്ധീകരണത്തിൻ്റെ, ആത്മനവീകരണത്തിൻ്റെ ആരാധനാ പദ്ധതിയാണ് ശബരിമലയിലേത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ ദിനമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. ഈ സൂര്യൻ്റെ അയന ദിനത്തിൽ, സൂര്യൻ്റെ മകരസംക്രമ ദിനത്തിൽ ഏറെ പ്രാധാന്യമുണ്ട്. ഇന്ത്യയിലോ കേരളത്തിലോ മാത്രം എല്ലായിടത്തും ഈ ഋതുമാറ്റത്തിൻ്റെ ദിനം കൂടിയാണ്. ഇതാ അങ്ങ് വിദൂരതയിൽ പൊന്നമ്പലമേടിൻ്റെ ദൃശ്യം, ആ ചെരുവിലാണ് ഇനി മകര വിളക്ക്, മകര ജ്യോതി തെളിയുക. ഇനി ദീപാരാധന കഴിഞ്ഞാൽ എല്ലാ കണ്ണുകളും, അവിടെയുള്ള എല്ലാ ഭക്തരുടെ കണ്ണുകളും, ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് അയ്യപ്പ ജ്യോതി, മകര ജ്യോതി, മകരവിളക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ഭക്തരും കണ്ണു നടുക ആ പൊന്നമ്പലമേട്ടിൽ, അയ്യപ്പൻ്റെ പുണ്യപൂങ്കാവനങ്ങളിൽ, അയ്യപ്പൻ്റെ ശബരിമലയെ ചുറ്റിയുള്ള 18 മലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൊന്നമ്പലമേട്ടിൻ്റെ ആ ചെരുവിലേക്കായിരിക്കും. അവിടെയാണ് ആ ജ്യോതി തെളിയുക. ജ്യോതി ദർശനം ഒരു നോക്ക് കണ്ട് 3 വട്ടം തെളിയും. ആ 3 നോട്ടം അതിൽ തൊഴുത് പ്രാർത്ഥിച്ച്, ഒപ്പം സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ അയ്യപ്പനെ, തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള അയ്യപ്പനെ കാണാം. ആ നിലവിളക്കുകൾക്ക് പിന്നിലായി സ്വർണ്ണവർണ്ണ പ്രഭയിൽ തിരുവാഭരണം ചാർത്തിയുള്ള അയ്യപ്പനെ കണ്ടു തൊഴാനായി കാത്തിരിക്കുന്ന, വ്രതം നോറ്റ് എത്രയോ ദിവസങ്ങളായി ആത്മം സമർപ്പിച്ച്, സ്വയം നിയന്ത്രിച്ച്, മാലയണിഞ്ഞ്, വ്രതമെടുത്ത്, കല്ലും മുള്ളും ചവിട്ടി, നഗ്നപാതരായി ഇപ്പോഴും ഈ കാലത്തും വ്രതമെടുക്കുന്ന എത്രയോ അയ്യപ്പന്മാരെ നമ്മൾ കാണുന്നുണ്ട്, എത്രയോ മാളികപ്പുറങ്ങളെ കാണുന്നുണ്ട്. അവരെല്ലാം എത്തുന്നത് അയ്യപ്പ ദർശനത്തിനായാണ്, ഒരു നോക്ക് കാണുവാനാണ്. ഇത്ര ലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന ക്ഷേത്രത്തിൽ എന്താണ് ഇത്ര ഭക്തിയോടുകൂടിയായി ഒരു നിമിഷം ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയാണ്. ആ കാഴ്ച പിന്നീട് ഒരു വർഷക്കാലത്തേക്ക്, അടുത്ത വരവ് വരെ മനസ്സിൽ സൂക്ഷിക്കുന്നതാണ് ആ ദൃശ്യം. അത് എല്ലാ കാലത്തും അത് ശക്തിയായി, ധൈര്യമായി, ഒരുപക്ഷെ സത്യത്തിലേക്ക് നയിക്കുന്ന വെളിച്ചമായി, അങ്ങനെ അയ്യപ്പനൊരു ദീപപ്രഭയായി ഉള്ളിൽ കരുതാനാണ് എല്ലാ അയ്യപ്പ ഭക്തരും, എല്ലാ അയ്യപ്പ ധർമ്മവിശ്വാസികളും ആഗ്രഹിക്കുന്നത്. സ്വയം അറിയാൻ, ഉള്ളിലെ ആത്മത്തെ അറിയാൻ, ഉള്ളിലെ ഭക്തൻ ഭഗവാനായി മാറുന്ന ആ 18 പടികളെ, പരമ്പൊരുളിനെ അറിയുന്ന യാത്രയാണ് പുണ്യതീർത്ഥയാത്രയ്ക്കൊടുവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയാണ്, ഏറ്റവും വലിയ അനുഭവമാണ്. അതീന്ദ്രിയ അനുഭവം എന്ന് 6ാമത്തെ അനുഭവമായി അയ്യപ്പനെ അറിയുന്ന നിമിഷങ്ങളാണ് ഇനി കാത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് മുഴങ്ങിക്കേക്കുന്നത് വാദ്യഘോഷങ്ങളാണ്, ഒപ്പം ശരണ മന്ത്രധ്വനികളാണ്. കണ്ണിലുള്ളത് നോക്കൂ, സ്വർണ്ണവർണ്ണം നിറയുന്ന പൊന്നമ്പലത്തിൻ്റെ ദൃശ്യമാണ്. ഒരു വശത്ത് കർപ്പൂര ആഴിയുടെ ദീപപ്രഭയാണ്, മണിമുഴങ്ങുന്നുണ്ട്, വാദ്യമേളങ്ങളുണ്ട്, സോപാന സംഗീതത്തിൻ്റെ നൈർമല്യമുണ്ട്, നാവിൽ ശരണമന്ത്രങ്ങൾ മാത്രം ഉയരുന്ന സന്നിധാനമാകെ കർപ്പൂര ഗന്ധം
നിറയുന്ന നിമിഷങ്ങളാണ്. 18 മലകളെ ചുറ്റി മുമ്പ് പറഞ്ഞതുപോലെ ഒരു കുളിർകാറ്റ് പോലെ തഴുകിയെത്തുന്ന ഒരു സ്പർശമായി അയ്യപ്പനെത്തുന്നത് അവിടുത്തെ ആ അനുഭവത്തിലേക്ക്, ഇന്ദ്രിയാനുഭവത്തിലേക്ക് നമുക്കും ലയിച്ചു ചേരാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.